ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിതാ 3 പാർട്ടി പുഡിംഗ് റെസിപ്പീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ രുചിയിലുള്ള 3 പുഡിംഗ് റെസിപ്പീസാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുഡിംഗാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റെസിപ്പിയിലോട്ട് പോവാം. 3 ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റാഫെല്ലോ പുഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്കോ അല്ലെങ്കിൽ ലോങ് ലൈഫ് മിൽക്കോ പാക്കറ്റ് പാലോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചൂടാക്കിയിട്ടില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ കോൺഫ്ലോറും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പും റാഫെല്ലോ പുഡിംഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചൈന ഗ്രാസാണ് ചേർത്തിട്ടുണ്ടായിരുന്നു. ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പം കോൺഫ്ലോർ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പം ഒന്ന് ചൂടാക്കി എടുത്ത് അതിന് ശേഷം ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മളെപ്പോഴും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ടി വരും. പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴാണ് ഒരു പാകം മധുരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നല്ലോണം കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് കട്ടിയാക്കണ്ട, ഒന്ന് കുറുക്കിയെടുത്താൽ മതി. പക്ഷേ അത്യാവശ്യം കുറുക്കിയെടുക്കും വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് മാത്രമേ നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമായിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ നേരം ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുക. അപ്പോൾ അത് ലിക്വിഡായിട്ട് മാറും, നല്ല കട്ടിയുള്ള ലിക്വിഡായിട്ട് മാറും. എന്നിട്ട് നമുക്ക് 1 കപ്പ് അതിൽ നിന്ന് എടുക്കുക. പിന്നെ ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഓൾറെഡി മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഏത് വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാട്ടോ മധുരമുള്ളത്. അപ്പം മധുരമുള്ളതുണ്ടാവും, മധുരമില്ലാത്തതുണ്ടാവും. മധുരമില്ലാത്തതാണെങ്കിൽ അതിലോട്ട് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ മധുരമുള്ളതാണ്. മാക്ടോപ്പ് അല്ലെങ്കിൽ റിച്ച് വിപ്പിംഗ് ക്രീമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ലോണം തിക്കായിട്ട് ക്രീമാക്കി എടുക്കുക. നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ആക്കുന്ന ഐസിങ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ക്രീമാക്കി എടുക്കുക. അതിലോട്ട് ഇത് തണുത്തതാട്ടോ. ഒരു ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഒരു നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ കാരണം ഇതാണ്. നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ പറ്റില്ല. ചെറിയൊരു ചൂടുണ്ടായ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര ചൂടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ അത് നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടോ, അതിൻ്റെ ആ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവാണ് വേണ്ടത്. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഒരു മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ആവണ്ട കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്ന വിപ്പിംഗ് ക്രീം കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ കോൺഫ്ലോർ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പൊടി വേണം. റാഫെല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മസ്റ്റാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം തേങ്ങാപ്പൊടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം തേങ്ങാപ്പൊടീൻ്റെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ മഹാറാണി കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ അടുത്ത്. അപ്പോൾ ഇതുപോലത്തെ സ്വീറ്റ്സും ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളിപ്പം ചിലപ്പം വിപ്പിംഗ് ക്രീം കുറച്ച് കുറവാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് വേണ്ടതെന്ന്. ഒരുപാട് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 3/4 കപ്പ് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര കട്ടിയിലിങ്ങനെ എന്താ പറയുക, പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല തിക്കായിരിക്കണം. ഈ ഒരു പരുവാണ് വേണ്ടത്. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ക്രീമി പരുവത്തിൽ കിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു പുഡിങ് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ചേർക്കേണ്ടി വരും മെൽറ്റ് ചെയ്തിട്ട്. അത് ഞാൻ മുമ്പ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ പിന്നെ കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. റാഫെല്ലോ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ. ഇനി നമുക്കൊരു ട്രേയിൽ ഇത് ഒഴിച്ച് വയ്ക്കാം.
അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്. ഇനി പകലാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കുന്നത്. ഫ്രീസറിലൊന്നും നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കാറില്ല. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ താഴെ വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ചുകൂടെ ഈ കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ റാഫെല്ലോ പുഡിംഗ് അല്ലേ. അപ്പോൾ റാഫെല്ലോ ബോൾസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ബോൾസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അതെന്താ വെച്ചാൽ ഈ തേങ്ങാപ്പൊടിയും അതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്താൽ മതിയിട്ട്, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ ഈ ഒരു പരുവം വേണം. നമ്മുടെ കോക്കനട്ട് ലഡു പോലെ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ 2 മാത്രം മതി. ഈ 2 ചേരുവകൾ മാത്രം മതി കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ 3 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ഫൈനൽ ഗാർണിഷിങ്ങിൻ്റെ സമയത്ത് വെച്ച് കൊടുക്കാനുള്ള കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റായ ശേഷം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ കോക്കനട്ട് ബോൾസ് മിക്സ് ചെയ്തെടുക്കാം. ആ റാഫെല്ലോൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലും കുറച്ച് ഈ കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് വൈസ് അടിപൊളി പുഡിങ്ങാണ്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് ഇങ്ങനെ പാർട്ടി പുഡിംഗ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് കറക്റ്റ് സെറ്റിംഗ് ഒക്കെ കിട്ടുക. ഇതിപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ചൈന ഗ്രാസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ഇവിടെയും ഞാൻ ചൈന ഗ്രാസ് മാക്സിമം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ 3 പുഡിങ്ങിലും ഞാൻ ചൈന ഗ്രാസ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 സ്ട്രോബെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാഫെല്ലോ പുഡിങ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം എന്നാണെങ്കിൽ ചൈന ഗ്രാസ് തന്നെ വേണം. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. കോൺഫ്ലവർ ചേർത്താലും ചൈന ഗ്രാസ് ചേർത്താലും സെയിം ടേസ്റ്റ് തന്നെ ആയിട്ട് വരുന്നത്. ആ ടെക്സ്ചർ കട്ടിയിൽ കുറച്ചുകൂടെ കിട്ടണമെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് ചേർക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റാഫെല്ലോ പുഡിങ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്ത പുഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് പുഡിംഗ് ആട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര മടിയുള്ളവർക്കൊക്കെ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണിത്. ചോക്ലേറ്റ് കേക്കാട്ടോ. അപ്പം ഇതുപോലൊരു പാക്ക് എടുക്കാം. അപ്പം ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം. ചോക്ലേറ്റ് കേക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രെയിൻ്റെ താഴത്തെ ലെയറിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒരൊറ്റ കേക്കായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര മടിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും സ്വീറ്റ് കൊടുക്കണം, പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നമ്മളിതുപോലെ ലെയർ ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ വാനില ഐസ്ക്രീം ഒന്നെടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പാടാവും. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ഐസ്ക്രീം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചേർക്കുന്നില്ല, ഒന്ന് കൂടുതൽ ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സംഭവം അടിപൊളിയാട്ടോ. അപ്പം കുറച്ച് കട്ടി തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഐസ്ക്രീം എടുക്കുമ്പോൾ കുറച്ച് മധുരം കുറവുള്ള ഐസ്ക്രീം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് മധുരം കുറവുള്ളതാണ്. ലുലുവിൻ്റെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നോർമൽ മധുരമാണ്. അപ്പോൾ അതും കൂടി ആകുമ്പോഴാണ് നമുക്കത് നല്ല കറക്റ്റായിട്ട് കിട്ടുക. മധുരം കൂടുതലാകുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാവും കേട്ടോ. അപ്പോൾ ഇതാ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നല്ലോ, കേക്കിൻ്റെ കഷ്ണം, അതൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ റാപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ താഴെ വെക്കുക കേട്ടോ. ഇതൊക്കെ രാത്രിയിലാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. പകലാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്, ആ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക. ഇതും ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റാപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ഇതാ ഈ ഒരു പരുവത്തിലാണ്. കുറച്ച് കേക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, കേക്ക് ഉണ്ടല്ലോ, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്കിതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാൻ നല്ല മൊഞ്ചുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ്. ഈ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ആയിരിക്കും. പിന്നെ പൊതുവേ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചോക്ലേറ്റ് കേക്കും അതുപോലെ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.
പെട്ടെന്ന് മധുരത്തിനൊക്കെ ഇഷ്ടമാവുമ്പോൾ ഇതുപോലെ കേക്കും ഐസ്ക്രീമും ഉണ്ടെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. ഞാൻ ഇതുപോലൊരു മാംഗോ മിൽക്ക് ഷേക്ക് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കേക്കിൻ്റെ ബേസ് താഴെ വെച്ചിട്ട് മാംഗോ മിൽക്ക് ഷേക്ക് നല്ല തിക്കിലുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു മോഡലാണത്. പക്ഷേ ഐസ്ക്രീമും കേക്കും കൂടിയുള്ളൊരു കോമ്പിനേഷൻ അത് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയുള്ളവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഡെസേർട്ട്സ് കൂടുതൽ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ഇനി നമുക്ക് അടുത്ത പുഡിങ്ങിലോട്ട് പോവാം. അടുത്തത് നട്ടി ക്രീമി ക്യാരറ്റ് പുഡിംഗ് കേട്ടോ. ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അതിനായിട്ട് 2 കപ്പ് പാൽ ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി റെഡിയാക്കാനുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു പുഡിങ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ 3 പുഡിങ്ങിലോട്ടും ഞാൻ ചൈന ഗ്രാസ് ചേർക്കുന്നില്ല. കോൺഫ്ലോർ വെച്ചിട്ടാണ് ഇത് സെറ്റാക്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാൽ, ഒരു 1/2 കപ്പ് പാലൊക്കെ മതി. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. പാലൊക്കെ ചൂടായി എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്ക് ക്യാരറ്റ് ഒരു 2 എണ്ണം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യാണ്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതിൻ്റെ കൂടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു കപ്പൊക്കെ വേണ്ടി വരും പഞ്ചസാര. കാരണം നമ്മളിതിലോട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലിപ്പോൾ ഞാൻ കൂടുതലും പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഏറിപ്പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പം അതും ചേർത്ത് കൊടുത്ത് ഇനി കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാലേ അത് സെറ്റായി കഴിഞ്ഞാൽ നല്ല പാകം മധുരമായി വരുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴും തിളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട്. നല്ലോണം തിക്കായിട്ട് വന്നോട്ടെ. പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനും വിട്ടുപോകണ്ട. അപ്പോൾ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ട്രേയിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. സാധാരണ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം. ടേസ്റ്റിലൊരു കോംപ്രമൈസ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നില്ലല്ലോ. അതായത് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല കട്ടിയുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ അണ്ടിപ്പരിപ്പ്, അതുപോലെ പിസ്താച്ചോസും അതുപോലെ കടലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്, ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്. എന്നിട്ട് ചൂടാറിയ ശേഷം വേണം ഇതുപോലെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് വെക്കാൻ കേട്ടോ. ചൂടാറിയിട്ട് വേണം വെക്കാൻ, ഫ്രിഡ്ജിന് താഴെ തന്നെ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ വേണം നമുക്കിത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇതിപ്പോൾ നമ്മൾ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചറാണ്. നമ്മൾ സാധാരണ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടാക്കുമ്പം ഇതുപോലെ ഇളകൊന്നുമില്ല, നല്ലോണം സെറ്റായിട്ട് വരും. ഇതിപ്പോൾ നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പം ചൈന ഗ്രാസ് വെച്ചിട്ടുള്ള പുഡിങ്, ക്യാരറ്റ് പുഡിങ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഈ കോൺഫ്ലോർ വെച്ചിട്ടുള്ള പുഡിങ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ്, ഈ ചൈന ഗ്രാസ് അല്ലാണ്ട് കോൺഫ്ലോർ വെച്ചിട്ട് പുഡിങ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും ഈ നോർമലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ക്യാരറ്റും അതുപോലെ റാഫലോ പുഡിങ്ങൊക്കെ കോൺഫ്ലോർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മൂന്നും അടിപൊളി ടേസ്റ്റാണ്. അപ്പം എനിക്ക് ഇതിലിപ്പം ഏറ്റവും ഫസ്റ്റ് ഇഷ്ടമായത് റാഫെല്ലോ പുഡിംഗ് ആണ്. പിന്നെ നമുക്ക് ക്യാരറ്റ് പുഡിങ്ങിന് ചാൻസ് കൊടുക്കുക. മൂന്നാമത് നമ്മുടെ കേക്കും ഐസ്ക്രീമും കൂടി ഉള്ളത്. അത് കാരണം വേറൊന്നുമല്ല, മൂന്നാമതാക്കിയത് കാരണം വേറൊന്നുമില്ല, അത് സിമ്പിളല്ല. നമ്മളിപ്പം ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ, മീൻസ് അത് സെറ്റ് ചെയ്യാനല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മൂന്നാമത് നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഐസ്ക്രീമും കൂടി ഉള്ളതാക്കിയത് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ റാഫെല്ലോ പുഡിങ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. വല്ലാണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നാണെങ്കിൽ ചൈന ഗ്രാസ് ചേർക്കേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ക്യാരറ്റ് പുഡിംഗ് അത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. പിന്നെ റാഫെല്ലോ പുഡിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇതിൽ ഓൾറെഡി ക്യാരറ്റ് പുഡിങ്ങിൽ ഓൾറെഡി കുറച്ച് നട്ട്സ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലും കൂടി നട്ട്സ് ഇടാൻ കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറുള്ള നമ്മുടെ ക്യാരറ്റ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പുഡിങ്ങിലോട്ട് പോവാം. ഞാനിത് എല്ലാം സൈഡിൽ നിന്ന് എടുക്കാൻ കാരണം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം അവർക്കും കൂടി സെർവ് ചെയ്യണ്ടേ. നമ്മളിപ്പം നടുക്കുന്ന് വലിയ കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സെർവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് മാത്രം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗസ്റ്റ് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും വ്ളോഗല്ല, ഒരു പുഡിംഗ് റെസിപ്പി വീഡിയോ ആണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.